ഓക്കെ, കുഞ്ഞാകുട്ടിയെ ഖദറിന് എന്താ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടി രണ്ടാമത്തെ വട്ട ചർച്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. നേരത്തെ എല്ലാവരോടും കൂടെ ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു മൂന്നാം മുന്നണി പരീക്ഷിച്ചൂടെ? ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ 999 പഞ്ചായത്തുകളിലേക്കായി ഏതാണ്ട് 22,000 വാർഡുകളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ 1,00,000-ലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഒരു വാർഡിൽ 800-നും 1000-നും ഇടയിൽ 1200-ഒക്കെയാണ് വോട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ടല്ല ഒരു മുന്നണി 3 പരീക്ഷിക്കപ്പെടേണ്ടത്. ഈ ഓരോ വാർഡുകളിലും ഇത് പരീക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആ വാർഡുകളിൽ അത് പരീക്ഷിക്കും. നേരത്തെ അതുപോലെ തന്നെ ഫാറൂഖ് സാഹിബ് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഒരു മറുപടി എല്ലാവരും ഞാൻ മനസ്സിൽ വെക്കാൻ പറഞ്ഞാണ്. അദ്ദേഹം ചോദിച്ച പിന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതായിരുന്നല്ലോ അദ്ദേഹം ഊന്നി പറഞ്ഞത്. അതിനെക്കുറിച്ചിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഒരു ഇതിലിപ്പോൾ എന്താ ഫാറൂഖ് സാഹിബൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ മൊത്തം ശരിയില്ല എന്നുള്ളത് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതാണ് പ്രശ്നം. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന വിഷയം എന്താ വെച്ചാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമസഭകൾ, ഓരോ ഗ്രാമത്തിൻ്റെയും ഓരോ വാർഡിൽ ആ ഗ്രാമസഭയിൽ ഇരുന്നു കൊണ്ട് അവിടെ ചർച്ച ചെയ്യുകയാണ് ആ സഭയ്ക്ക് ആ വാർഡിൽ എന്ത് വികസനം വേണമെന്നുള്ളത്. കേന്ദ്രം ഗ്രാമവികസനത്തിന് വേണ്ടി അനുവദിക്കുന്ന പല ഫണ്ടുകളും ലാപ്സാക്കുക വഴി ആ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ് ഒരു പരാജയമായിരുന്നു. 50% സംവരണം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക പഞ്ചായത്തുകളുടെയും ഭരണം നിയന്ത്രിക്കുന്നത് ഇനി സ്ത്രീകളായിരിക്കും. അപ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിയന്ത്രിക്കുന്ന ഭരണ സംവിധാനം വരികയാണെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സ്ത്രീകളുടെ ശാക്തീകരണം, അതായത് നമുക്കറിയാം അധികാരം കിട്ടിയെങ്കിൽ മാത്രമേ സ്ത്രീകൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു അവസരം സ്ത്രീകൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ ഇന്ന് പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷ പിന്നോക്ക ദളിത് വിഭാഗങ്ങളിലെ സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇവരുടെ അനുഭവം യാതനകൾക്കൊക്കെ സ്ത്രീകൾ അധികാരത്തിൽ വരികയാണെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അധികാരം ഉപയോഗിച്ചിട്ട് കഴിയുന്നതെല്ലാം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 5 സെന്റ് ആണെങ്കിൽ ഫ്രണ്ട് സൈഡിൽ 3-ഉം പഞ്ചായത്തുകൾ മാത്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം. ഈ വിഭാഗം യാതൊരു റെസ്ട്രിക്ഷനും കേരളത്തിലില്ല. എല്ലാ പഞ്ചായത്തുകളിലും തന്നെ ഇതിന് മുന്നേ പ്രശ്നം വന്നിരുന്നു. ഉദ്യോഗസ്ഥന്മാരെ പ്രശ്നം കൊണ്ടുവന്നതോട് കൂടി തന്നെ പ്ലാൻ അടക്കപ്പോൾ തന്നെ മറ്റേ ഈ ചെറിയ വീടൊക്കെ പ്ലാൻ അടക്കം വേണ്ടാത്ത രൂപത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതാകെ ചെയ്യുന്നപ്പോൾ എന്താ വെച്ചാൽ UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അത് മാത്രമേ എന്നെ പറ്റി പറയുള്ളൂ. അല്ലല്ല, വളരെ കൃത്യമാണ്. അതിനകത്ത് വളരെ കൃത്യമായി UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നടക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുമരംപുത്തൂർ പഞ്ചായത്തിലെ UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ കണ്ണൂർ ജില്ലയിലെ പരിയാരം പഞ്ചായത്തിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന വീട് ഇത്തരം നിയമക്കുടുക്കിൽ കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ്. അങ്ങ് പറഞ്ഞ് സ്വാധീനം ഉപയോഗിച്ച് അങ്ങ് ശരിയാക്കി തരും എങ്കിലൊന്നും ശരിയായി. അല്ല, ഇത് നിലനിൽക്കുന്ന പ്രശ്നമാണ്. ആ നിയമം UDF ഭരിക്കുന്ന പഞ്ചായത്തിന് മാത്രമല്ല. അല്ലല്ല, പറയട്ടെ റൌഫ് സാഹിബ്, അല്ലല്ല, ഒരു മിനിറ്റ്. UDF ഭരിക്കുന്ന പഞ്ചായത്തിനല്ല, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൊണ്ടുവന്ന റൂൾസിലുള്ള നിയമം. ആ നിയമത്തിന് നിങ്ങൾ ഒരു പഞ്ചായത്തിന് മാത്രം പറയാൻ പാടില്ല. മൊത്തത്തിൽ കേരളത്തിലുള്ള മുഴുവൻ പഞ്ചായത്തിനെ ബാധിക്കുന്ന വിഷയം. പര്യായത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് നടപ്പാക്കി തരും. വെല്ലുവിളിക്കാണ് ആ പരിപാടി ഞാൻ നടത്തിത്തരും. ഒരു മിനിറ്റ്. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് കരിയാട് പഞ്ചായത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കരിയാട് പഞ്ചായത്ത് ഭരിക്കുന്നത് 5 വർഷമായിട്ട് LDF. അവിടെ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നിയമത്തിന് വേണ്ടിയിട്ട് എത്രയോ പ്രാവശ്യം പഞ്ചായത്തിൽ കയറി ഇറങ്ങുകയും അവസാനം വീട് ഏകദേശം ശരിയായതിൻ്റെ ശേഷം കംപ്ലീഷൻ പ്ലാൻ ശരിയാക്കുകയും അതിന് വാട്ടർ സംരക്ഷണം കൂടി വേണമെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് വീണ്ടും മടക്കി അതിനുകൂടെ അധികാരികളുടെ അടുത്ത് ഒരു വാസികൾ ഏറ്റവും കൂടുതലുള്ള ഒരു പഞ്ചായത്തിലാണ്. ഇതുവരെ UDF ഭരിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും കരിയാട് പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. കേരള സർക്കാരിൻ്റെ സെൻട്രൽ ടൗൺ പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് അവർ തീരുമാനിക്കുന്ന നിയമമാണിത്. അത് LDF ആയാലും UDF ആയാലും ഏത് സർക്കാർ ഏത് പാർട്ടി ഭരിച്ചാലും ശരി, ആ പഞ്ചായത്ത് അത് വലിച്ചേ പറ്റൂ.
അതുകൊണ്ട് ഈ പറയുന്നത് പോലെ റൌസാബിന്റെ വാദത്തെ വളരെ ശക്തിയുക്തം ഞാൻ എതിർക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. പ്ലീസ് ഇരിക്കും. ആരോഗ്യം നമ്മൾ ചോദിക്കും, ഓരോരുത്തർ ചോദിക്കും, ഓരോരുത്തർ. അത് നമ്മൾ പറയാം മുനിസാഹിബ് നിങ്ങൾ ചോദിക്കും, അവിടെ ചോദിച്ചോളൂ. അയാൾ പറയട്ടെ, അദ്ദേഹം പറയട്ടെ. മൈക്ക് ഓണാക്കൂ. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറഞ്ഞോളൂ. തായക്കോട് പഞ്ചായത്ത്. അതെ, അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇന്ന് പെങ്ങൾക്ക് ഒരു വീട് കയറ്റാൻ തറ കിട്ടിട്ട് 3 വർഷം കഴിഞ്ഞു. ഇന്ന് മൈക്കിലേ പറയും. ഇവിടെ ഒരു വെല്ലുവിളി നടന്നിട്ടുണ്ട്. മൈക്കിലേക്ക് റെക്കോർഡ് ചെയ്യാൻ ഹാജരാക്കാൻ തയ്യാറാണ്. 1.5 ഏക്കർ സ്ഥലം. 5 സെന്റ് അല്ല പ്രശ്നം. 5 സെന്റ് അല്ല. ഹലോ ചർച്ച ഹലോ ഇരിക്കും. നിങ്ങൾ ചർച്ചയിലേക്ക് വരൂ. പറയാം. നിങ്ങൾ ഇരിക്കൂ. വെല്ലുവിളിയല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ചർച്ചകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം വരും. പക്ഷെ അത് സാരല്ല. ഇരിക്കൂ. താങ്കൾ മൈക്കിൽ സമാധാനപരമായി താങ്കൾക്ക് ചോദിക്കേണ്ട ചോദ്യം സമാധാനപരമായി ചോദിച്ചോളൂ. ആവേശം വേണ്ട, പ്ലീസ്. പ്രവാസി സമൂഹത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇത് ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറഞ്ഞിട്ട് ഓരോ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളെ തരംതിരിക്കാതെ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസ് അതുപോലെ KMCC IMCC എല്ലാ സംഘടനകൾക്കും നേതാക്കന്മാർക്കും എല്ലാവരും ഒത്തൊരുമിച്ചിരുന്നുകൊണ്ട് ഒരു പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരുമിച്ച് നിങ്ങൾക്ക് കഴിയും. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും ഇതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സധൈര്യം ഇതുപോലൊരു യോഗം സംഘടിപ്പിച്ചുകൊണ്ട് പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അന്ന് നമുക്കിതിൻ്റെ ബാക്കി കാണാം. തീർച്ചയായിട്ടും അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഇതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയും സാംസ്കാരിക നായകന്മാരെയും സാഹിത്യ രംഗത്തുള്ള പ്രശസ്തരെയും എഴുത്തുകാരെയും ഒക്കെ കൂട്ടിയൊപ്പിച്ചുകൊണ്ട് ഒരുമ ഒരുക്കുന്ന ഒരു കുടക്കീഴിൽ എന്നൊരു പരിപാടിയുമായി നമുക്ക് വീട്ടിനകത്ത് വരാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങൾ ഇതിൽ പറയുകയാണ്. ഈ പരിപാടിക്ക് സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ പലതുമാകട്ടെ, ആദർശങ്ങൾ എന്തുമാകട്ടെ, രാഷ്ട്രീയം എവിടെയും നിൽക്കട്ടെ, ഒരു കാര്യം തെരഞ്ഞെടുപ്പിൽ ഒന്ന് മാത്രം വരുന്നു. തൻ്റെ വോട്ട് ആർക്ക് വിനിയോഗിക്കണമെന്ന വ്യക്തമായ കാഴ്ചപ്പാട് ഓരോ വ്യക്തികൾക്കുമുണ്ട്. എന്നാൽ അതിലൊക്കെ ഉപരിയായി പ്രവാസിയുടെ ഒരു കോളിന്, പ്രവാസിയുടെ ഒരു വിളിക്ക്, തന്നെ പ്രതീക്ഷിച്ച് തൻ്റെ അഭാവത്തിൽ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളിൽ പ്രവാസി വിളിക്കുന്ന ഒരു വിളി, ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവസരം ചെലവാക്കണം എന്ന് പറയുന്ന ആ ഒരു ഫോൺ കോളിന് ഒരു വിലയുണ്ട്. അതിനിടയിൽ വരുന്ന സ്വതന്ത്രന്മാരുടെ കടന്നുകയറ്റം, വിമതന്മാരുടെ കടന്നുകയറ്റം, ഇവിടെയെല്ലാം പഞ്ചായത്തുകളുടെ ഭരണത്തെ മാറ്റിമറിക്കുന്നു. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നാടിൻ്റെ പുരോഗതിക്ക്, നാടിൻ്റെ ഉന്നമനത്തിന്, ഐക്യത്തിന്, സമത്വത്തിന്, സാഹോദര്യത്തിന് നമ്മളുടെ ആ ഒരു ഫോൺ വിളി ഉപകരിക്കട്ടെ എന്ന് മാത്രം ഈ വേദിയിൽ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും നന്ദി.